നന്ദു, ഇപ്പോൾ ജലീൽ പറയുന്ന കാര്യം വിശാലമായ ഒരു മതേതരത്വ ബോധമൊക്കെയാണ് CPM-നുള്ളതും അതുപോലെ ഇവിടുത്തെ LDF-നുള്ളതും. ഈ നെയ്യാറ്റിൻകര നഗരസഭയിലെ ഒരു കയ്യേറ്റ ഭൂമി പ്രശ്നം എന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് ആ ക്ഷേത്രം കയ്യേറ്റ ഭൂമിയിൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഹൈന്ദവ ഭക്തർക്കൊന്നും ഒരു വികാരവും മുറിപ്പെട്ടിട്ടില്ല, അവിടെ ചില BJP-ക്കാർക്കും VHP-ക്കാർക്കും മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാനാണ് ഇടത് പ്രതിനിധി ശ്രമിക്കുന്നത്. കേരളത്തിനകത്ത് ചില സമൂഹങ്ങൾ അല്ലെങ്കിൽ ചില ഭീകരവാദ സംഘടനകൾക്ക് സ്വാധീനം ഉറപ്പുള്ള സ്ഥലങ്ങളിൽ ഇതര സമുദായത്തിലെ അല്ലെങ്കിൽ ഇതര മതത്തിലെ ഇതര വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന അത്യന്തികം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നേരത്തെ താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ അരിയും മലരും വാങ്ങിവെച്ചോ കുന്തിരിക്കം വാങ്ങിവെച്ചോ എത്തിപ്പോയി നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് പരസ്യമായി കേരളത്തിൽ മുദ്രാവാക്യം ഒരു കുഞ്ഞിൻ്റെ വായിലൂടെ വിളിപ്പിക്കാൻ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന് ധൈര്യം വന്നത് അത് പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ UDF-ൻ്റെയും കഴിഞ്ഞ 10-60 വർഷക്കാലത്തെ അവരുടെ ഭരണത്തിൻ്റെ ആകെ തുകയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഭീകരവാദികളുടെ ഒരു കാലത്ത് നമ്മളൊക്കെ പറയാറുണ്ട്, ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഭീകരവാദത്തിൻ്റെ സ്ലീപ്പർ സെല്ലുകളല്ല, ഭീകരവാദത്തിൻ്റെ തായ്വേര് തന്നെ കേരളത്തിനകത്താണ് എന്ന് നമുക്ക് വളരെ ആശങ്കയോടുകൂടി പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിനകത്തുള്ളത്. ഞാൻ 1-2 കാര്യങ്ങൾ ഇതിനിടയിലൂടെ സൂചിപ്പിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂടിനടുത്ത് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കുട്ടിയുടെ രണ്ടാനച്ഛനും അതുപോലെ തന്നെ അമ്മയും ചേർന്ന് ആ കുട്ടി ISIS-ലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടു. അത് നടന്നത് കേരളത്തിനകത്താണ്. അതുപോലെ തന്നെ കനകമലയിലെ റിക്രൂട്ടിംഗ് ക്യാമ്പുകളെക്കുറിച്ച്, സിമി ക്യാമ്പുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പാർട്ടി വെളിച്ചം പോലും അല്ലെങ്കിൽ സൂര്യൻ്റെ രശ്മികൾ പോലും പാർട്ടിയോട് അനുവാദം ചോദിച്ചിട്ട് കയറി വരുന്ന പാർട്ടി കോട്ടകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളായിട്ടുള്ള ഈ പറയുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം സിമിയുടെ ക്യാമ്പുകൾ നടന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ CPIM എന്ന് പറയുന്ന പാർട്ടി മറുപടി പറഞ്ഞിട്ടില്ല. അതായത് സൂര്യരശ്മികൾക്ക് കയറണമെങ്കിൽ പോലും പാർട്ടിയോട് അനുവാദം ചോദിക്കേണ്ട സ്ഥലങ്ങളിലാണ് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ആരാധനാലയം ഇപ്പോൾ പറയാലോ ഹൈന്ദവ സമൂഹത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം പറയണം നഗരസഭയുടെ ഒരു കീഴിലുള്ള ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ കനാല് നികത്തി പൊതുസ്ഥലത്ത് ഇത്തരത്തിൽ ക്ഷേത്രം വെച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി എടുത്തതെന്ന് അദ്ദേഹം വളരെ ഭംഗ്യന്തരേണ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് 1-2 കാര്യങ്ങൾ ചോദിക്കാൻ, എൻ്റെ ലളിതമായ അറിവിൽ നിൽക്കുന്ന 1-2 കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിനകത്തൊരു ഹൈക്കോടതി വിധിയുണ്ട്. പൊതുസ്ഥലങ്ങളിൽ, അതായത് പൊതുസ്ഥലങ്ങൾ കയ്യേറിക്കൊണ്ട് വച്ചിട്ടുള്ള പാർട്ടി ഓഫീസുകളും അതുപോലെ തന്നെ ഗ്രന്ഥശാലകളും സ്മാരകങ്ങളും സ്തൂപങ്ങളും എടുത്തു മാറ്റണം എന്നൊരു ഹൈക്കോടതി വിധിയുണ്ട്. ആ ഹൈക്കോടതി വിധി ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സുഖനിദ്ര പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വാദവുമായി താങ്കൾ മുന്നോട്ട് വരുന്നത്. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഈ പറയുന്ന നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിൽ തന്നെ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ CPIM-ൻ്റെ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള 100 കണക്കിന് പൊതുസ്ഥലങ്ങൾ കയ്യേറിക്കൊണ്ട് പാർട്ടി ഓഫീസുകളും അതുപോലെ തന്നെ വായനശാലകളും നിങ്ങളുടെ ക്ലബ്ബുകളും അതുപോലെ സ്മാരകങ്ങളും ഞങ്ങൾക്ക് കാട്ടിത്തരാൻ സാധിക്കും. ഈ പറഞ്ഞ നയം, അതായത് നിങ്ങൾ പറഞ്ഞ രീതിയിലനുസരിച്ചാണെങ്കിൽ കയ്യേറ്റ ഭൂമിയിലാണ് ക്ഷേത്രം പ്രവർത്തിച്ചത്, കഴിഞ്ഞ 100 വർഷമായി കയ്യേറ്റ ഭൂമിയിലാണ് ക്ഷേത്രം പ്രവർത്തിച്ചത് എന്ന വാദമാണ് ബഹുമാനപ്പെട്ട ജലീൽ പുനലൂരിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും CPIM-നും ഉള്ളതെങ്കിൽ നിങ്ങൾ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം പാർട്ടി ഓഫീസുകൾ മാറ്റിക്കൊടുക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അത്തരം പാർട്ടി ഓഫീസുകൾ അവിടെ ഇല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത്? ഈ പൊതുസമൂഹത്തെ നോക്കി നിങ്ങൾ ഇത്തരത്തിലുള്ള വാചകങ്ങളിലൂടെ പരിഹസിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ്? അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയാണ് എന്ന ബോധ്യമെങ്കിലും ബഹുമാനപ്പെട്ട ജലീലിന് ഉണ്ടാവണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വളരെ വിനയത്തോടു കൂടി ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം വളരെ കൃത്യമാണ്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നുമല്ല ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന് പുനലൂരിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന എവിഡൻസ് വെച്ചിട്ടായിരിക്കും അദ്ദേഹം സംസാരിച്ചിട്ടുള്ള. പക്ഷേ ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം. ഇതിനകത്ത് ആറാലുമൂട് പ്രദേശത്ത് ശിവപുരം എന്ന പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിന്, ആ ക്ഷേത്രത്തിനെതിരായിട്ട് കേസ് കൊടുക്കാനും ആ ക്ഷേത്രത്തിനെതിരായിട്ട് പരാതിയുമായി പോയത് ഈ ശിവപുരം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിക സഹോദരന്മാരല്ല. അവിടെ ഈ കേസിന് വേണ്ടി പോയിട്ടുള്ളത് SDPIയുടെ ഭാഗത്തു നിന്നുള്ള വഴിമുക്ക് എന്ന് പറയുന്ന ബാലരാമപുരം പ്രദേശത്തെ വഴിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SDPIയുടെ ഒരു പ്രവർത്തകനാണ്.
അപ്പോൾ SDPI വഴിമുക്കിലുള്ള SDPI പ്രവർത്തകന് വേണ്ടിയിട്ട് എന്തിനാണ് നെയ്യാറ്റിൻകര നഗരസഭയുടെ സെക്രട്ടറി ഈ പറയുന്ന ആറാലുമൂട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഈ പറയുന്ന ശിവപുരത്തെ ക്ഷേത്രം പൂട്ടിക്കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വർഗീയവാദി ശക്തികളുടെ, ഇത്തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം ഭീകരവാദ ശക്തികളുടെ വോട്ട് രഹസ്യമായും പരസ്യമായും ഈ പറയുന്ന നെയ്യാറ്റിൻകര നഗരസഭയുടെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു അതിക്രമം നടന്നിട്ടും, ഇത്തരം ഒരു കടന്നുകയറ്റം നടന്നിട്ടും, ഇത്ര പച്ചയായിട്ടുള്ള ഒരു വർഗീയ പ്രവർത്തനം നടന്നിട്ടും ഇതിനെതിരായിട്ട് ഒരു ശബ്ദം പോലും ഉന്നയിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ, ഞാൻ പ്രതിപക്ഷത്തെ ആദ്യം പറഞ്ഞത്, ഈ ഭരണപക്ഷം നടത്തുന്ന തെറ്റായ ചെയ്തികൾക്കെതിരെ എല്ലാവർക്കും ന്യായമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം പോലും ഈ വിഷയത്തിൽ മൗനം ഭജിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള ഉത്തരവാദിത്തം ഏത് വിധേനയും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിലേക്ക് എത്താൻ ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ, തീവ്രവാദ ശക്തികളുടെ കയ്യിൽ നിന്നുള്ള അവരുടെ സംഘടിതമായ വോട്ട് ഞങ്ങൾക്കുണ്ടാവണം, അവരുടെ അനുഗ്രഹാശസ്സുകൾ ഞങ്ങൾക്കുണ്ടാവണം എന്ന ഈ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുകയാണ് ഇത്തരത്തിൽ ഒരു SDPI പ്രവർത്തനം അവിടെ VHPക്കാർക്കും BJPക്കാർക്കുമാണ് പ്രശ്നമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നേരത്തെ ഈ ചർച്ചയുടെ ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ജനം TV അവിടെ പോയിട്ട് എടുത്തിട്ടുള്ള ഒരു അമ്മയുടെ വിഷ്വലാണ് കാട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അമ്മയും BJPയും ഈ പറയുന്ന VHPയുമാണ് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. ഇത്തരം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ എല്ലാ അമ്മമാരും ഈ പറയുന്ന VHPയും BJPയുമാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരം അവരുടെ വിശ്വാസങ്ങൾ മുറിപ്പെടുമ്പോൾ അതിനെതിരായി പ്രതികരിക്കുന്നവരെയെല്ലാം നിങ്ങൾ സംഘിപ്പട്ടം കൊടുത്ത്, അല്ലെങ്കിൽ BJP പട്ടം കൊടുത്ത്, അല്ലെങ്കിൽ RSS പട്ടം കൊടുത്ത്, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പട്ടം കൊടുത്ത് ഒതുക്കി നിർത്തിയിട്ട് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ് ഹിന്ദുവിൻ്റെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാരെങ്കിലും തന്നിട്ടുണ്ടോ, ഹിന്ദുവിൻ്റെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാരെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ജലീൽ പുനലൂരിൻ്റെ പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരോട് ഞങ്ങൾ പറയുന്നത്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എന്തേ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നില്ല, എന്തേ നിങ്ങളുടെ നീതിബോധം ഉണരുന്നില്ല, എന്തേ ഇത്തരം ഒരു സമൂഹത്തെ മാത്രം പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ, അവരെ മാത്രം ഒതുക്കി നിർത്തപ്പെടുമ്പോൾ, അവരുടെ മാത്രം മുകളിലേക്ക് പണ്ട് ടിപ്പുവിൻ്റെ നേതൃത്വത്തിൽ പടയോട്ടം നടന്നപ്പോൾ നടന്നിട്ടുള്ള രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ, 100 വർഷമായി പ്രവർത്തിച്ചിരുന്ന ഒരു ക്ഷേത്രം, നിത്യാരാധനയുള്ളൊരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് മേളിൽ ഇത്തരം ഒരു കടന്നുകയറ്റം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് സെക്യുലർ മനസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരനോ ഒരു CPMകാരനോ ഇത് ശരിയല്ല, ഇത് വർഗീയവാദമാണ്, SDPIയുടെ നേതാവ് പറഞ്ഞതിൻ്റെ പേരിൽ ആ ക്ഷേത്രം അടയ്ക്കാൻ പാടില്ല, ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ് എന്ന നിലപാട് സ്വീകരിക്കാൻ എന്തേ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ CPIഎമ്മിൻ്റെ പാർട്ടി പതാകയ്ക്ക് കീഴിലുള്ള ഒരു കൗൺസിലർ തയ്യാറായില്ല? എന്തുകൊണ്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ചു കയറിയിട്ടുള്ള ഒരു ഖദർദാരിയായ കോൺഗ്രസ് നേതാവ് തയ്യാറായില്ല? അങ്ങനെ തയ്യാറാകാത്തിടത്താണ് ന്യായമായ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നത്. അങ്ങനെ ശബ്ദമുയർത്തുന്നവരെയൊക്കെ ഒരു കോണിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് മുന്നോട്ട് പോകാം എന്നുള്ള ധാരണ CPMൻ്റെ നേതാവിനുണ്ടെങ്കിൽ താങ്കൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് ചെലവാകാൻ പോകുന്നില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. ഞാൻ ജലീൽ പുനലൂരിനോട് ചോദിക്കുന്ന രണ്ട് കാര്യം, താങ്കൾ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള, ഇനി ഒരു കാര്യം കൂടി, താങ്കൾ പുനലൂരിൻ്റെ സവിശേഷമായിട്ടുള്ള മതേതരത്വ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ഉറച്ച നിലപാടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരു തർക്കവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു രാഷ്ട്രീയ സംസ്കാരവും അതുപോലെ തന്നെ ഒരു സാമൂഹിക സംസ്കാരവും ഉണ്ടാകേണ്ട സംസ്ഥാനം തന്നെയാണ് കേരളം. അത് ഇന്ത്യയിൽ ആകമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുന്നു, നേരത്തെ ജലീൽ പുനലൂർ ഈ പറഞ്ഞ കാസർഗോട്ടെ ഇഷ്യൂ കാണിച്ചപ്പോൾ ഈ ആങ്കർ പറഞ്ഞല്ലോ, അതായത് ഹരിത മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്ന സമയത്ത്, അവിടെ ഉച്ചയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് അത്തരം പ്രോഗ്രാമുകൾ അവിടെ നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാർ പരിപാടിയിൽ കയ്യേറ്റം ചെയ്തിട്ട് അതിനെ താങ്കൾ എത്ര ലഘൂകരിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ദേ ഭാരതിനകത്ത് വന്ദേ മാതരവും അതുപോലെ തന്നെ ഭാരതാംബയ്ക്ക് സ്തുതിഗീതങ്ങളും പാടിക്കഴിഞ്ഞാൽ അതെല്ലാം അക്ഷന്തവ്യമായ തെറ്റുകളാണ് എന്ന് ഇത്തരം ചാനൽ ഫ്ലോറുകൾ വന്നിരുന്നു പറയുന്ന CPMൻ്റെ ഉളുപ്പില്ലാ നേതാക്കന്മാർ എങ്ങനെയാണ് ഇതിനെയൊക്കെ തുലനം ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹം, കേരളത്തിൻ്റെ പൊതുസമൂഹം, താങ്കൾ നേരത്തെ പറഞ്ഞ അഭ്യസ്തവിദ്യരായിട്ടുള്ള കേരളത്തിലെ യുവസമൂഹം, ആ സമൂഹം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ശബരിമലയിലെ കട്ടളപ്പാളി കട്ടെടുത്ത, ശബരിമലയിൽ ഉൾപ്പെടെ
അവിടെ ക്ഷേത്ര ധ്വംസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യങ്ങളിൽ താങ്കൾക്ക് ചെറിയ ചൊറിച്ചിലുണ്ടാവുമെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടേയിരിക്കും. ജലീൽ പുനലൂർ പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞ നയമനുസരിച്ചാണെങ്കിൽ പൊതുസ്വത്ത് കയ്യേറി ഈ പറയുന്ന ക്ഷേത്രം നിർമ്മിച്ചത് കൊണ്ടാണ് നിങ്ങൾ അവിടെ താഴിട്ട് പൂട്ടിയതെങ്കിൽ ഈ പറയുന്ന നെയ്യാറ്റിൻകര നഗരസഭയ്ക്കകത്തും തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തുമുള്ള നൂറുകണക്കിന് കയ്യേറ്റങ്ങൾ ഞാൻ ജലീൽ പുനലൂരിന് കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത്തരം കയ്യേറ്റങ്ങളെ താഴിട്ട് പൂട്ടാൻ CPM-ന്റെ നേതൃത്വത്തിലുള്ള പൊളിച്ചു മാറ്റേണ്ടി വരില്ലേ? കയ്യേറ്റ ഭൂമിയിലാണ് ഇത്തരം പാർട്ടി ഓഫീസുകൾ അനധികൃതമായി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി ഓഫീസുകൾ താഴിട്ട് പൂട്ടാൻ ജലീൽ പുനലൂരിനും ജലീൽ പുനലൂർ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ പാർട്ടിക്കും ഇന്ദ്രചന്ദ്രന്മാരെ ഭയമില്ലാത്ത ഊരിപ്പിടിച്ച കത്തികൾക്കും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്കും ഇടയിലൂടെ നടന്നുപോയി എന്ന് ഗീർവാണം പറയുന്ന കേരളത്തിൻ്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും സാധിക്കുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഈ പറയുന്ന ഉച്ചയ്ക്ക് നിസ്കാരം നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് പ്രോഗ്രാം നടത്താൻ പാടില്ല എന്ന് തിട്ടൂരം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ മതേതരവാദികളും അവരൊക്കെ നല്ല മനുഷ്യന്മാരുമാകുമ്പോൾ ഇവിടെ വന്ദേ ഭാരത് യാത്രയ്ക്കകത്ത് ആ ട്രെയിനിനകത്തിരുന്ന് ഭാരതാംബയ്ക്ക് സ്തുതിഗീതം പാടിയ കുട്ടികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ രാഷ്ട്രീയം ഭീഷണിപ്പെടുത്തുമ്പോൾ ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് ഒരു നേരായ ചിത്രമാണോ വരച്ചിടുന്നത് എന്ന ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നിങ്ങൾ മറുപടി പറയണം. യെസ്.